മുട്ടയിടുന്ന ജീവികളെ കുറിച്ച് നമുക്കറിയാം. എന്നാൽ മുട്ടയിടുന്ന ഒരു പർവ്വതത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓരോ 30 വർഷം കൂടുമ്പോഴും മുട്ടയിടുന്ന ഒരു പർവ്വതമുണ്ട്. ആശ്ചര്യം തോന്നുന്നുണ്ടല്ലേ? എന്നാൽ സംഗതി ശരിയാണ്. അങ്ങ് ചൈനയിലാണ് ഈ അത്ഭുത പ്രതിഭാസം. ചൈനയിലെ ഗുയിഷോ പ്രവിശ്യയിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രകൃതിയുടെ അത്ഭുതം ശാസ്ത്രജ്ഞരെയും നാട്ടുകാരെയും എല്ലാം ഒരുപോലെ അമ്പരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ചാൻഡായ എന്നറിയപ്പെടുന്ന ഒരു പാറക്കെട്ടാണ് മുട്ടയിടുന്ന പർവ്വതമായി അറിയപ്പെടുന്നത്. 30 വർഷത്തിലൊരിക്കൽ ഈ പാറക്കെട്ടിൽ നിന്ന് മിനുസമാർന്ന മുട്ടയുടെ ആകൃതിയിലുള്ള കൂറ്റൻ കല്ലുകൾ പുറത്തു വരുന്നു. അവ പാറകളിൽ നിന്ന് വേർപെട്ട് താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ഈ കല്ലുകളിൽ ചിലതിന് 660 പൗണ്ട്, അതായത് 300 കിലോഗ്രാം വരെ ഭാരമുണ്ട്. ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ചാൻഡായ പർവ്വതം ഭൂപ്രകൃതിയുടെ വെറും ഒരു സവിശേഷതയായിട്ടല്ല, മറിച്ച് പ്രകൃതിയുടെ മാന്ത്രികതയായിട്ടാണ് കരുതാനും ഇഷ്ടം. ഈ മുട്ടയിടൽ പ്രതിഭാസം അത്ര പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ചാൻഡായ പർവ്വതത്തിന് ഏകദേശം 6 മീറ്റർ വീതിയും 20 മീറ്റർ നീളവുമാണുള്ളത്. ഇത് സവിശേഷമായ മിശ്രിതത്താൽ നിർമ്മിതമായ പാറകളാണ്. കാലക്രമേണ പാറയുടെ സുഷിരമുള്ള ഭാഗങ്ങളിൽ നിന്ന് മൃദുവായ പാളികൾ പതുക്കെ ക്ഷയിക്കുന്നു. അവ തേഞ്ഞു പോകുമ്പോൾ കട്ടിയുള്ളതും മുട്ടയുടെ ആകൃതിയിലുമുള്ള കല്ലുകൾ നിലത്ത് വീഴുകയാണ് ചെയ്യുന്നത്. ഇത് പർവ്വതം മുട്ടയിടുകയാണ് എന്നുള്ള മിഥ്യാധാരണ നൽകുന്നു. ഈ പ്രക്രിയ പതിറ്റാണ്ടുകളായി നീണ്ടു നിന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ കൗതുകകരമായ പ്രതിഭാസമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഇപ്പോഴും പർവ്വതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശാസ്ത്രജ്ഞർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാറക്കെട്ടിനടുത്തുള്ള ഗുലുഷായ് ഗ്രാമത്തിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ കൽമുട്ടകൾ പ്രകൃതിയിൽ നിന്നുള്ള സമ്മാനങ്ങളാണെന്ന് വിശ്വസിക്കുകയും പ്രദേശത്തെ പല കുടുംബങ്ങളും ഈ കല്ലുകൾ ദൈവിക സംരക്ഷണത്തിന്റെയോ ഭാഗ്യത്തിന്റെയോ അടയാളമായി കണ്ട് വീടുകളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലരാകട്ടെ പാരമ്പര്യമായി ഈ കല്ല് കൈമാറ്റം ചെയ്യുന്നുണ്ട്. സമീപ വർഷങ്ങളിൽ മുട്ടയിടുന്ന ഈ പർവ്വതം പ്രദേശവാസികളിൽ നിന്ന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ഈ അപൂർവ കല്ലുകൾ കാണാനും വീട്ടിലേക്ക് കൊണ്ടുപോകാനുമുള്ള പ്രതീക്ഷകളുമായി നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്.